പത്തനംതിട്ടയിൽ നഗരമധ്യത്തിലെ അനധികൃത നിലം നികത്തലിനെതിരെ പ്രതിഷേധം ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. വില്ലേജ് ഓഫീസർ സ്റ്റോപ്പ് മെമ്മോ നൽകിയ ഭൂമിയിൽ രാത്രികാലങ്ങളിൽ നിലം നികത്താൻ ശ്രമമെന്നുള്ള പരാതി ഉയരുന്നുണ്ട്. വിഷയത്തിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയിരിക്കുകയാണ് പ്രദേശവാസികൾ. ജനറൽ ആശുപത്രിക്കും സ്വകാര്യ ലാബിനും സമീപമാണ് മണ്ണിട്ട് നികത്തി ഭൂമി തരം മാറ്റാൻ ശ്രമം നടക്കുന്നത്. അനധികൃത നിലം നികത്തലിനെതിരെ വില്ലേജ് ഓഫീസർ ഇതിനോടകം തന്നെ സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടുണ്ട്. ഇത് ലംഘിച്ച രാത്രികാലങ്ങളിൽ നിലം നികത്തൽ നടക്കുന്നുവെന്നാണ് പരാതി. രാത്രി 12 തൊട്ട് 3:30 വരെയുള്ള ടൈമിലാണ് ഇവർ നികത്തുന്നത്. ഇവർ നികത്തി വണ്ടി എടുത്തുകൊണ്ട് പോകുന്നത് ഇതുവഴിയാണ്. പോയ വഴിക്ക് കഴിഞ്ഞ പ്രാവശ്യം തടയാൻ നോക്കിയപ്പോൾ ആ ഷെഡ് ഇടിച്ചിട്ടിട്ടാണ് വണ്ടി കൊണ്ട് പോയത്. 2 വലിയ ടിപ്പറിലാണ് മണ്ണ് നികത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രദേശത്ത് നിലനികത്തൽ തുടർന്നാൽ പാരിസ്ഥിതിക ആഘാതമുണ്ടാകുമെന്നും പരാതിക്കാരൻ പറയുന്നു. പരിസ്ഥിതിക്ക് ഇത് പ്രശ്നമായിട്ടുള്ള ഇതാണ് മണ്ണ് നികത്തിക്കൊണ്ടിരിക്കുന്നത്. 2.5 ഏക്കർ സ്ഥലം മണ്ണ് നികത്തിക്കൊണ്ടിരുന്നത് പരിസ്ഥിതിക്ക് നല്ല രീതിയിലുള്ള പ്രശ്നമാണ് വരുന്നുണ്ട്. വെള്ളത്തിന് ക്ഷാമമായിട്ടുള്ളൊരു ഏരിയയാണിത്. ആ വെള്ളത്തിന് ക്ഷാമം വീണ്ടും രൂക്ഷമാകത്തേ ഉള്ളൂ. നിലം നികത്തലിനെതിരെ വില്ലേജ് ഓഫീസർ തഹസിൽദാർക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. പ്രദേശത്ത് ഇത്തരം നടപടിക്ക് ആർക്കും അനുമതി നൽകിയിട്ടില്ലെന്നും വില്ലേജ് ഓഫീസർ വ്യക്തമാക്കി. വിഷയത്തിൽ റവന്യൂ മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ട്. അനധികൃത നിലം നികത്തൽ തുടർന്നാൽ സമരസമിതി രൂപീകരിച്ച് പ്രതിഷേധം ശക്തമാക്കാനാണ് പ്രദേശവാസികളുടെ തീരുമാനം. കൈരളി ന്യൂസ്, പത്തനംതിട്ട.